നമസ്കാരം, മലൂസ് കഫേയുടെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. നമുക്ക് എല്ലാവർക്കും ജ്യൂസ് കുടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അല്ലേ? പലതരം വെറൈറ്റി ജ്യൂസുകൾ നമ്മൾ കഴിക്കാറുണ്ട്. ഈ ചൂടൊക്കെ ഉള്ള സമയത്ത് ഒരു അടിപൊളി ജ്യൂസ് കിട്ടിയാൽ നമുക്ക് എന്ത് ആശ്വാസമാണ് അല്ലേ? അപ്പം നമ്മൾ പലതരം ജ്യൂസുകൾ, പലതരം വെറൈറ്റി ജ്യൂസുകൾ ട്രൈ ചെയ്തിട്ടുള്ളവരാണ്. ആരോഗ്യപരമായി നമുക്ക് ഗുണം ചെയ്യുന്ന ഒരുപാട് ഫ്രൂട്ടുകൾ ഉപയോഗിച്ചിട്ട് നമ്മൾ ജ്യൂസ് തയ്യാറാക്കാറുണ്ട്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് നമ്മുടെ മിക്ക ആൾക്കാരുടെയും വീട്ടിൽ ഉള്ള പാഷൻ ഫ്രൂട്ടിൻ്റെ ജ്യൂസിനെ പറ്റിയിട്ടാണ്. പാഷൻ ഫ്രൂട്ട് ജ്യൂസ് നമുക്ക് വളരെ എളുപ്പമാണ് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നത്. അപ്പോൾ ഞാൻ പ്രതീക്ഷിക്കാതെ ചിറ്റപ്പൻ്റെ ഫാമിൽ നിന്ന് എനിക്ക് കുറേ പാഷൻ ഫ്രൂട്ട്, നല്ല ഫ്രഷ് ആയിട്ടുള്ള പാഷൻ ഫ്രൂട്ട് കിട്ടി. എന്നാൽ പിന്നെ അതുപയോഗിച്ച് ഒരു ജ്യൂസ് തയ്യാറാക്കാമെന്ന് വിചാരിച്ചപ്പോഴാണ് വീഡിയോയും കൂടി എടുക്കാമെന്ന് വിചാരിച്ചത്. അങ്ങനെയാണ് ഇന്നത്തെ വീഡിയോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ പാഷൻ ഫ്രൂട്ടിനെ ജ്യൂസ് തയ്യാറാക്കുന്നത് പോലെ തന്നെ നമുക്ക് പാഷൻ ഫ്രൂട്ടിൻ്റെ സ്ക്വാഷും തയ്യാറാക്കാൻ പറ്റും. നമുക്ക് ഒരുപാട് പാഷൻ ഫ്രൂട്ട് കിട്ടുകയാണെങ്കിൽ അത് സ്ക്വാഷ് ആയിട്ട് തയ്യാറാക്കി വെക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. അതാകുമ്പോൾ കുറേ കാലം നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാം. അതുപോലെ തന്നെ അത് അതിഥികളൊക്കെ നമ്മൾ പ്രതീക്ഷിക്കാതെ വീട്ടിലേക്ക് എത്തുമ്പോൾ നമുക്ക് അവർക്ക് പെട്ടെന്ന് സെർവ് ചെയ്ത് കൊടുക്കാനും സാധിക്കും. അപ്പോൾ പാഷൻ ഫ്രൂട്ടിൻ്റെ സ്ക്വാഷ് എങ്ങനെ തയ്യാറാക്കാമെന്നുള്ളത് അടുത്തൊരു വീഡിയോയിൽ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ഇന്ന് നമ്മൾ പാഷൻ ഫ്രൂട്ടിൻ്റെ ജ്യൂസാണ് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ വളരെ എളുപ്പം, വളരെ സിമ്പിളായിട്ട് എങ്ങനെ നമ്മുടെ പാഷൻ ഫ്രൂട്ട് ജ്യൂസ് തയ്യാറാക്കാമെന്ന് നോക്കാം. അപ്പം മലൂസ് കഫേയിലെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. തുടർന്നും വീഡിയോസൊക്കെ കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ മലൂസ് കഫേക്ക് ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും ഓരോ പേജുകളുണ്ട്, അപ്പോൾ അതും ഫോളോ ചെയ്യാം. അപ്പോൾ എങ്ങനെയാണ് പാഷൻ ഫ്രൂട്ട് ജ്യൂസ് തയ്യാറാക്കുന്നത് നോക്കാം. വീഡിയോയിലോട്ട് പോവാം. അപ്പം നമുക്ക് ജ്യൂസ് തയ്യാറാക്കാനുള്ള പാഷൻ ഫ്രൂട്ട് എടുത്തു വെച്ചിരിക്കുന്നത് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തതിൻ്റെ പൾപ്പ് നമുക്ക് വേറെ പാത്രത്തിലോട്ട് മാറ്റിയിടാം. അപ്പോൾ നമ്മൾ പാഷൻ ഫ്രൂട്ടിൻ്റെ പൾപ്പെല്ലാം ഒരു പാത്രത്തിനകത്തോട്ട് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതിനകത്തോട്ട് തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കണം. നമ്മൾ എത്രയാണോ ജ്യൂസ് തയ്യാറാക്കുന്നത് ആ ഒരളവിൽ തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് പഞ്ചസാരയും ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്യണം. അപ്പോൾ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പൾപ്പിനകത്തോട്ട് നമുക്ക് പഞ്ചസാര പൊടിച്ചത് ആഡ് ചെയ്യാം. പൊടിച്ചത് തന്നെ ആഡ് ചെയ്യണം എന്നില്ല, പഞ്ചസാര കരിയായിട്ട് ഇട്ടാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇപ്പോൾ പൊടിച്ചെടുത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് അലിയും, അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ അളവെന്ന് വെച്ചാൽ 1 ഗ്ലാസ് ജ്യൂസിന് 2 ടീസ്പൂൺ പഞ്ചസാര, അതാണ് അളവ്. അപ്പം മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ ആഡ് ചെയ്താലും കുഴപ്പമില്ല. ഞാനിപ്പോൾ ഇവിടെ 10 ടീസ്പൂണോളം പഞ്ചസാരയുടെ പൊടിച്ചത് ആഡ് ചെയ്യുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ട് നമുക്ക് ഇളക്കി ഒന്ന് മിക്സ് ചെയ്യാം. പഞ്ചസാര പൊടി ആയതുകൊണ്ട് പെട്ടെന്ന് ഇതുമായിട്ട് നന്നായിട്ട് അലിഞ്ഞ് കിട്ടും. ഇത് ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമുക്ക് നല്ല തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കാം. ചെറിയ ഐസ് കട്ടയും കൂടി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് ഇളക്കി ഒന്ന് യോജിപ്പിക്കാം. അതിന് ശേഷം നമുക്കിതൊന്ന് അരിച്ചെടുക്കണം. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പം നമ്മൾ നന്നായിട്ട് വെള്ളമെല്ലാം ചേർത്ത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ മിക്സിയിലൊന്ന് അടിച്ചെടുത്ത് വേണമെങ്കിൽ കുടിക്കാം. പക്ഷേ ഇങ്ങനെ ഡയറക്റ്റ് കുടിച്ചാലും നല്ലതായിരിക്കും. മിക്സിയിൽ അടിക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം ആ കുരു നമ്മൾ അരിച്ച് മാറ്റിയ ശേഷം എടുക്കണം. അതല്ലെന്നുണ്ടെങ്കിൽ കുരു പൊടിഞ്ഞു പോവും. അപ്പം ഫുള്ളായിട്ട് അരിച്ച് കളയേണ്ടി വരും. ഇപ്പം ഞാൻ മിക്സിയിലൊന്നും അടിക്കുന്നില്ല. ഇത് ഡയറക്റ്റ് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് ഞാനിതൊരു ഗ്ലാസ്സിലോട്ട് ഒഴിച്ച് വെക്കാൻ പോവാണ്. അപ്പോൾ നമുക്ക് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ജ്യൂസാണ് പാഷൻ ഫ്രൂട്ടിൻ്റേത്. ഇപ്പോൾ പെട്ടെന്ന് ആരും ഗസ്റ്റൊക്കെ വരികയാണെങ്കിൽ വീട്ടിൽ പാഷൻ ഫ്രൂട്ട് ഉണ്ടെങ്കിൽ നമുക്ക് വേഗം തയ്യാറാക്കിയെടുക്കാം. ഇപ്പോൾ ടേസ്റ്റി ആയിട്ടുള്ള പാഷൻ ഫ്രൂട്ട് ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഞങ്ങൾ തന്നെ ടേസ്റ്റ് ചെയ്ത് പറയുന്നത്. അതെ, ഇപ്രാവശ്യം ഞങ്ങൾ തന്നെ ടേസ്റ്റ് ചെയ്യാനായിട്ട് തീരുമാനിച്ചു. സൂപ്പർ ആട്ടോ, അടിപൊളിയായിട്ടുണ്ട്. എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്യുക. അതുപോലെ തന്നെ ഈ പാഷൻ ഫ്രൂട്ട് ഡെയിലി ഓരോന്ന് കഴിക്കുന്നത് നമുക്ക് വളരെ ആരോഗ്യത്തിന് നല്ലതാണ്. ഒരുപാട് വിറ്റാമിനും ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു ഫ്രൂട്ടാണ് പാഷൻ ഫ്രൂട്ടിൻ്റേത്. പിന്നെ ചൂട് സമയത്തൊക്കെ പാഷൻ ഫ്രൂട്ട് കഴിക്കുന്നത് വളരെ നന്നായി. ശരീരത്തിന് നല്ലൊരു തണുപ്പൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് പാഷൻ ഫ്രൂട്ട് സഹായിക്കും. അതുപോലെ തന്നെ ഈ കോവിഡ് കാലത്ത് നമുക്ക് വൈറ്റമിൻസിൻ്റെയും ഒക്കെ ഡെഫിഷ്യൻസി ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഈ പാഷൻ ഫ്രൂട്ട് വളരെ നല്ലതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ചാനലിലെ വീഡിയോസ് എല്ലാം നിങ്ങൾ കാണണം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. താങ്ക് യു.